ഫുൾ കറക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ഡേ ആയപ്പോഴേക്കും രാവിലെ റെഡിയായി ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. ക്ലാസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് പേജിലെത്തി ഞാനൊരു ചായ ലഡുവും കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവരെല്ലാം കൂടി ലുലുവിൽ പോവാന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നു. ലഡു കഴിച്ച് കൊതി തീരാത്തോണ്ട് അവരിറങ്ങിയ പറയുന്നത് ഞങ്ങൾ അടുത്തുള്ളൊരു ബേക്കറി തപ്പി ഇറങ്ങി. കാര്യം അതൊന്നും കാണും. ഞങ്ങൾ രണ്ടും ഏകദേശം 9 വർഷത്തെ കൂട്ടുണ്ട്. ഇപ്പൊ വേറെ വേറെ കോളേജുകളിലായോണ്ട് ഇടയ്ക്കിടയ്ക്ക് മാത്രമേ കാണാറുള്ളൂ. പറഞ്ഞ ഒന്ന് കഥ പറഞ്ഞ് നടക്കാൻ വേണ്ടി ഇറങ്ങി. നമ്മൾ എത്തിയപ്പോഴേക്കും ലുലുവിൽ പോയവരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. പറഞ്ഞുവിട്ട സാധനങ്ങളെല്ലാം അതേപോലെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എടുത്തു കാണിക്കാൻ ചടങ്ങായിരുന്നു അടുത്ത് നടന്നത്. വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വന്നപാടെ ഫ്രഷ് ആയി കുഞ്ഞിതാ മൈലാഞ്ചി ഒക്കെ എടുത്ത് ഓരോരുത്തരുടെ കൈയായിട്ട് ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സൈഡിലത്തെ ചിഞ്ചു ഉണ്ടായിരുന്നു കേട്ടോ, മറ്റൊരാളുടെ കൈയൊക്കെ ആയിട്ട്. അതിനിടയിലൂടെ ചേച്ചി അനിയത്തിയും കൂടെ നൂഡിൽസ് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തുന്നുണ്ടായിരുന്നേ. നൈറ്റിൽ ചെയ്യാൻ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ടും ബക്രീദായിട്ടും വീട്ടിലെല്ലാവരെയും കൂടെ ചെലവഴിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സഫ്നയുടെ സങ്കടം മാറ്റാനും കൂടെ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഈ ഒരു നൈറ്റ് മൈലാഞ്ചി മാഗി നൈറ്റാക്കി മാറ്റാൻ തീരുമാനിച്ചത്. നൂഡിൽസ് കൊള്ളാവുന്ന വിദഗ്ധയുടെ അഭിപ്രായം വന്ന സ്ഥിതിക്ക് നാളെ നേരത്തെ ക്ലാസ് ഉള്ളതുകൊണ്ടും സമയം ഏകദേശം ഒരു 1 മണി 1:30 ആയതുകൊണ്ടും ഞങ്ങൾ നൂഡിൽസ് അകത്താക്കിയ ശേഷം വേഗം സ്ഥലം കാലിയാക്കുകയാണ് ചെയ്തത്.